എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. മുസ്ലിം ലീഗ് വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം ബഹളം മൂലം മാറ്റിവെച്ചു. വഴിക്കടവിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ചേരിതിരിഞ്ഞ വാക്കേറ്റമുണ്ടായത്. ഞാൻ പ്രവർത്തിക്കണം, ഞാൻ അവിടെ ചോദിച്ചു നോക്കും. ആ വാർഡിൽ നല്ലോണം പ്രവർത്തിച്ച ആളാണ്. ആ രണ്ട് വാർഡിൽ ചോദിച്ചു, അപ്പുറം ഇപ്പുറം ചോദിച്ചു നോക്കി, അതിന്റെ അപ്പുറം ഇപ്പുറം ചോദിച്ചു നോക്കി. എന്റെ ന്യായങ്ങൾ പറയണ്ട. ആ നാട്ടിൽ 7, 8, 9 ഞാൻ പാർട്ടിക്കാരനാണ്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ വി കെ മൊയ്തീൻകുട്ടിയെ വൈസ് പ്രസിഡന്റായും ലത്തീഫ് മണിമൂളിയെ സെക്രട്ടറിയായും നോമിനേറ്റ് ചെയ്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സർക്കുലർ ഇറക്കിയിരുന്നു. ഈ മാസം 3-നാണ് സർക്കുലർ ഇറക്കിയത്. ഇവരെ രണ്ടുപേരെയും അറിയിക്കാതെയും ക്ഷണിക്കാതെയുമാണ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം വിളിച്ചത്. ഇവരെ ഉൾപ്പെടുത്താതെ യോഗം ചേരാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഒരു വിഭാഗം സ്ഥലത്തെത്തി ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ലത്തീഫിനെ യോഗ ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കം പിന്നീട് ചേരിതിരിഞ്ഞ ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു. പഞ്ചായത്തിൽ UDF നേടിയ ഉജ്ജ്വല വിജയം ചർച്ച ചെയ്യുന്നതിനും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച രണ്ടുപേരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാനുമാണ് യോഗം വിളിച്ചതെന്ന് അബ്ദുൽ ഹമീദും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഉസ്മാനും പറഞ്ഞു. ഈ യോഗമാണ് ഒരു വിഭാഗം അലങ്കോലമാക്കാൻ ശ്രമിച്ചതെന്നും ഇവർ കുറ്റപ്പെടുത്തി. വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരവലോകന യോഗം ഭാരവാഹികളൊക്കെ കൂടി ഒന്ന് വിളിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഭാരവാഹികളെ പുതുതായിട്ട് 1-2 പേര് ചേർക്കുക എന്നുള്ളൊരു ചെറിയൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ആളുകൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ വമ്പിച്ച വിജയമാണ്. ഇപ്പോൾ 24-ൽ 16 നമ്മൾ UDF വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസം കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രഗത്ഭരായ സംസ്ഥാന നേതാക്കളും അതേപോലെ തന്നെ ഇവരൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളത് പരിഹരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ UDF പിന്നെ വിജയിച്ച സ്ഥിതിയിൽ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കും. പിന്നെ സാധാരണഗതിയിൽ വലിയ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും. ഇത് സാധാരണഗതിയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പഞ്ചായത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും അത് വളരെ ഉറച്ച നിലപാട് മുന്നോട്ട് പോകും. ഇത് തർക്കമല്ല. അതേസമയം ലീഗ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇരുവരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പഞ്ചായത്ത് കമ്മിറ്റി അതിന് തയ്യാറാവാതെ വന്നതോടെയാണ് സംസ്ഥാന കമ്മിറ്റിയെ സമീപിച്ചത്. സംസ്ഥാന കമ്മിറ്റി ഇവരെ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടും ഇവരെ യോഗത്തിലേക്ക് ക്ഷണിക്കാതെ രഹസ്യമായി യോഗം ചേരാനാണ് നിലവിലെ കമ്മിറ്റിയിലെ ചിലർ ശ്രമിച്ചതെന്നും അതുകൊണ്ടാണ് യോഗം തടഞ്ഞതെന്നുമാണ് മറുവിഭാഗത്തിൻ്റെ വാദം. സംസ്ഥാന കമ്മിറ്റി നോമിനേറ്റ് ചെയ്ത രണ്ടുപേരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ യോഗം കൂടാൻ അനുവദിക്കില്ലെന്നും ഇവർ പറഞ്ഞു. മീറ്റിങ്ങിൽ പ്രശ്നമല്ല. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭാരവാഹികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതിൽ വിഷയം എന്ന് വെച്ചാൽ പല കാരണങ്ങളാൽ പല വിഷയങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട 2 ആളുകളായിരുന്നു. ഒന്ന് ഞാനും ഒന്ന് വി കെ മൊയ്തീൻകുട്ടി സാഹിബും. അത് പിന്നെ മണ്ഡലം നേതൃത്വം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത അടിസ്ഥാനത്തിൽ പല സമയങ്ങളിലായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടുത്ത് വീഴ്ചകളുണ്ടായി. ഏറ്റവും അവസാനം സംസ്ഥാന കമ്മിറ്റി കൃത്യമായ ഒരു സർക്കുലർ കൊടുത്തു. ആ സർക്കുലറിൽ എന്നെയും അതേപോലെ വി കെ മൊയ്തീൻകുട്ടിയെയും പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് എടുക്കുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ മാറ്റി നിർത്തി. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്നൊരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ മീറ്റിംഗ് ഞങ്ങൾ അറിയിച്ചില്ല. അപ്പോൾ അറിയിക്കാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിക്കാനും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുമാണ് ഞങ്ങളോട് എത്തിയത്. ചേരിതിരിഞ്ഞുള്ള ബഹളം മൂലം യോഗം ആരംഭിക്കാനായില്ല. ഇതോടെ യോഗം മാറ്റിവെക്കുകയാണെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അറിയിച്ചതോടെയാണ് ബഹളം അവസാനിച്ചത്. എ പ്ലസ് വിഷൻ വഴിക്കടവ്. ഇനി കാണുമ്പോൾ അത് അടിപൊളി നീരാകാശവും പച്ച
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.